ഇത് രണ്ടാമത്തെ തൊട്ടാണ് ഞാൻ ഈ ഗഗനചാരി എന്ന സിനിമ കാണുന്നത്. ഓൾറെഡി ഒരു 6 മാസം മുമ്പ് ഞാനൊരു പ്രിവ്യൂ ഷോ കണ്ടിരുന്നു. അന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വലിയ വൈഡ് റിലീസൊന്നുമില്ല, ലിമിറ്റഡ് തിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് ഒരുപാട് പേര് എൻ്റെ അവിടെ ചോദിച്ചതാണ് എപ്പോഴാണ് സിനിമ റിലീസ് എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. സോ ഈ സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സോ ഈ ഒരു മോഡ് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ കണ്ട് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ സിനിമ മിസ്സാക്കാതെ കണ്ടു നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടുമിക്ക എല്ലാ നോൺ ഹോളിവുഡ് സിനിമകൾ കാണുന്ന സിനിഫൈൽസും അല്ലെങ്കിൽ പുതുമയാർന്ന വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മിസ്സാക്കിയത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ഗഗനചാരി. ഇതിപ്പോൾ OTT വന്നു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് വൻ റിസപ്ഷൻ കിട്ടും. ഒരു പക്ഷേ OTTയിലായിരിക്കും ഏറ്റവും കൂടുതൽ റിസപ്ഷൻ കിട്ടുക. കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇൻസ്റ്റയിൽ കുറേ പോസ്റ്റ് ഇടില്ലേ, ഇങ്ങനത്തെ പല ഗംഭീര സിനിമകളും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയവരാണ് നമ്മളിൽ പലരും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യണ ആളാവാതെ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് എപ്പോഴും നമുക്ക് കിട്ടില്ല. എല്ലാ വീക്കിലും ഇറങ്ങുന്ന ഒരു നോർമൽ മലയാളം മൂവി അല്ലത്. ഇതുവരെ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, എന്തിനേറെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ ഇതിൻ്റെ ക്രിയേറ്റിവിറ്റിക്കും ഇതിൻ്റെ ആ ഒരു ഗംഭീര ഹ്യൂമർ സെൻസിനും ഒക്കെ കൂടി വേണ്ടിയിട്ട് സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഒരു 2 മണിക്കൂറിൽ താഴെയുള്ള ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ വളരെ മികച്ചൊരു ചിത്രമാണ്. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ സിനിമ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. സോ അത് മാക്സിമം തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വെറൈറ്റി സ്ഥിരം കാണുന്ന സാധനങ്ങളല്ലാതെ എന്തെങ്കിലുമൊക്കെ വേറെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ, ഞാനിപ്പോൾ ഈ A24 മൂവീസും നോൺ ഹോളിവുഡ് കണ്ടൻസൊക്കെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. സോ എന്നെ ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന സിനിമ തന്നെ ആയിരിക്കും. ഒരു നോർമൽ അല്ലെങ്കിൽ സാധാരണ മലയാള ചിത്രം എന്ന രീതിയിലല്ല ഈ സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്തോ ഒരു വെറൈറ്റി അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യാസം ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഉറപ്പ്. സോ കണ്ടു കഴിഞ്ഞിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്.